മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അനേകായിരങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ആയിരക്കണക്കിന് മക്കളുടെ പ്രാർത്ഥന നിന്റെ കുടുംബത്തിലേക്ക് എത്തിച്ചേരുകയാണ്. നമ്മുടെ ഓരോ കുടുംബങ്ങളും വചനം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വർഷമായി 2026 മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇന്നിതാ വചനം നിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. 1 കൊരിന്ത്യർ 9:25. കായിക അഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. അവർ നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് അധ്വാനിക്കുന്നത്. നാം ആകട്ടെ അനശ്വരമായ കിരീടത്തിന് വേണ്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കായിക അഭ്യാസി അവൻ്റെ ശരീരം സ്റ്റഡിയാക്കാൻ, ബോഡി സ്റ്റഡിയാക്കാൻ അവൻ ഭക്ഷണം കഴിക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നു. എന്തിനു വേണ്ടി? നശ്വരമായ അപ്പത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ വചനം ശ്രവിക്കുന്നവരാകട്ടെ അനശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് അവർ അധ്വാനിക്കുന്നത്. അവരെന്താണ് ചെയ്യുന്നത്? കണ്ണിൻ്റെ ദുരാശയെ അവർ കീഴടക്കുന്നു. കണ്ണിന് ഇഷ്ടമുള്ളത് കാണുന്നില്ല, കൈക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നില്ല, ഹൃദയത്തിന് ഇഷ്ടമുള്ള വഴിയിലൂടെ പോകുന്നില്ല. പിന്നെ എന്താണ്? ആത്മനിയന്ത്രണത്തിലൂടെ കണ്ണിൻ്റെ ഇച്ഛകളെ നിയന്ത്രിച്ച്, നാവിൻ്റെ ഇച്ഛകളെ നിയന്ത്രിച്ച്, കൈകളുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച്, ഹൃദയങ്ങളുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് പിതാവായ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാനാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അത് ആത്മീയമായ നിയന്ത്രണമാണ്. നമുക്ക് ആവശ്യമുള്ളത് ആത്മീയമായ നിയന്ത്രണമാണ്. ശാരീരികമായ നിയന്ത്രണത്തിലൂടെ നശ്വരമായ കിരീടം കായിക അഭ്യാസികൾ തേടുന്നു കാണുന്നില്ലേ? അതുകൊണ്ട് നശ്വരമായ കിരീടത്തേക്കാൾ അനശ്വരമായ കിരീടത്തിന് വേണ്ടി നമുക്ക് അധ്വാനിക്കാം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന വലിയ സംഘത്തിൻ്റെ അനുഗ്രഹവും പ്രാർത്ഥന നമ്മുടെ ഓരോ കുടുംബങ്ങൾക്കും അനുഗ്രഹമായി മാറട്ടെ. പ്രത്യേകമായി എല്ലാ വിദ്യാർത്ഥികൾക്ക് വിജയപ്രദമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.